പച്ചയ്ക്ക് കള്ളം പറയുക. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഇതൊക്കെ പത്രങ്ങളും ടി വിയൊക്കെ കുറഞ്ഞിരുന്ന കാലത്ത്, സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്ത്, ഇൻസ്റ്റഗ്രാം ഇല്ലാതിരുന്ന കാലത്ത്, വാട്സപ്പ് ഇല്ലാതിരുന്ന കാലത്ത്, ഫേസ്ബുക്ക് ഇല്ലാതിരുന്ന കാലത്ത് ഇതെല്ലാം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ പറഞ്ഞാലൊരു കുഴപ്പം, ഇതെല്ലാം തിരിച്ചടിക്കും, ബൂമറാങ് പോലെ തിരിച്ചടിക്കും. എല്ലാം അവിടെ കിടപ്പുണ്ട്, ആർക്കൈവ് കിടപ്പുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനമാണ്. അദ്ദേഹം നേരത്തെ വളരെ കൃത്യമായി, വളരെ ചിരിച്ചുകൊണ്ട് ആവേശത്തോടെ പത്രങ്ങൾക്ക് പറഞ്ഞ ബൈറ്റ്, അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് വളരെ ചിരിച്ച് ആർത്തട്ടക ഹേ ഉണ്ണികൃഷ്ണൻ, ഏത് ഉണ്ണികൃഷ്ണൻ? ഞാൻ അങ്ങനെ ഒരു ഉണ്ണികൃഷ്ണൻ എനിക്ക് പരിചയമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അങ്ങനെ പറഞ്ഞ ബൈറ്റ് നമ്മുടെ ചാനലുകളിൽ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു സുഭാഷിതത്തിലും കിടപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ബൈറ്റ്. എന്നാൽ ശബരിമല വിഷയം വന്ന് കടുത്തപ്പോൾ നമ്മൾ ഈ ചാനലിലും ഗ്ലോബൽ മലയാളി ന്യൂസിലും സുഭാഷിതത്തിലും ഞാൻ പോയ ചാനലുകളെല്ലാം പറഞ്ഞിരുന്നു, കടകംപള്ളിയുടെ കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്യേണ്ടി വരും. അത് അങ്ങനെ വിടുന്നൊരു കേസായിട്ട് നമുക്ക് വിടാൻ പറ്റില്ല. ഇന്നിപ്പോൾ കടകംപള്ളി തന്നെ പറയുന്നു, ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല വീട്ടിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെന്ന്. എന്നാൽ കടകംപള്ളി അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൻ്റെ അടുത്തുള്ള പുളിമാത്തുള്ള വിക്രമൻ നായർ പറയുന്നു 2 പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ കടകംപള്ളി പറയുന്നത് ഒരു പ്രാവശ്യം പോയത് കുഞ്ഞിൻ്റെ ചടങ്ങിന് പോയി. കുഞ്ഞിൻ്റെ ചടങ്ങിന് പോകാൻ മാത്രമുള്ള ബന്ധം എന്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നെ കടകംപള്ളിയും തമ്മിൽ? മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയാണ്, വിശ്വാസിയല്ല, അമ്പലത്തിൽ പോയി തൊഴുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ തന്ത്രിയുമായിട്ടും പോറ്റിമാരുടെ റാങ്കിൽ ഏറ്റവും താഴെ നിൽക്കുന്ന, പരികർമ്മിയായിട്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എങ്ങനെയെന്ന് ബന്ധം വരാൻ പറ്റുന്നത്? അപ്പോൾ അത് നേരായ ബന്ധമല്ല. അത് സ്പോൺസറിങ്ങിൻ്റെയും കച്ചവടത്തിൻ്റെയും കൂട്ടുകച്ചവടത്തിൻ്റെയും പല 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 തലയാട്ടലുകൾ നമുക്ക് വേണ്ടി വരും. എന്തായാലും 2 പ്രാവശ്യം പോയിട്ടുണ്ടെന്നും, അടൂർ പ്രകാശ് പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ടെന്നും, പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടെ പോയിട്ടുണ്ടെന്നും ഒക്കെ വിക്രമൻ നായർ പറയുന്നു. പിന്നെ വിക്രമൻ നായരുടെ ഒരു പരാതി എന്താണെന്നറിയാമോ? വിക്രമൻ നായർ പറഞ്ഞതെല്ലാം റിപ്പോർട്ടർ ചാനൽ അതുപോലെ കൊടുത്തില്ല. ഇതെന്ത് പത്രപ്രവർത്തനം എന്നാണ് വിക്രമൻ നായർ ചോദിക്കണം. കാര്യം പകുതി കട്ട് ചെയ്തേ കൊടുത്തോളൂ. അത് പത്രങ്ങൾ കിട്ടിയ എല്ലാം കൊടുക്കാൻ സമയം വേണ്ടേ? എന്തായാലും പലവട്ടം പല രൂപത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേരളത്തിലും ബാംഗ്ലൂരും വെച്ച് കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂർ വെച്ച് കണ്ടതിൻ്റെ ഫോട്ടോസാണ് പത്രങ്ങളിലും ചാനലുകളിലൊക്കെ നേരത്തെ വന്നത്. അത് ചോദിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വിരട്ടി, ഇതൊക്കെ മതി, ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ പുള്ളി ഉരുണ്ടു. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനും ഇതിനകത്ത് പെടും. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്നുകൂടി ചോദ്യം ചെയ്യേണ്ടി വരും, അത് ഉറപ്പ്. പക്ഷെ ചോദ്യം ചെയ്താൽ അറസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് EDയും SIT ഒക്കെയാണ് തീരുമാനിക്കുന്നത്. ഈ EDയുടെ ലിസ്റ്റിലും കടകംപള്ളി സുരേന്ദ്രനുണ്ട്, PS പ്രശാന്തുമുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമാണ്, രസകരമാണ്. ഇതൊരു അപസർപ്പ കഥ പോലെ, കോട്ടയം പുഷ്പനാഥിൻ്റെ ഒരു ക്രൈം നോവൽ പോലെ, BBC കൊടുക്കുന്ന ന്യൂസുകൾ പോലെ ഒരു ബോളിവുഡ് അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമയ്ക്കുള്ള മസാല എല്ലാം ശബരിമലയിലുണ്ട്. ഇതാരെങ്കിലും ഒന്ന് എടുത്തെങ്കിൽ നമുക്കും കുറച്ച് വിവരങ്ങൾ കൊടുക്കാമായിരുന്നു. എന്തായാലും ശബരിമല വിഷയം അതീവ ഗുരുതരമായ വലിയ ക്യാൻവാസിലേക്ക് പോകുന്നു. തന്ത്രിയിൽ നിന്ന് മാറി റഡാർ മന്ത്രിയിലേക്കും കഴക്കൂട്ടത്തേക്കും തിരിച്ചു വച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും കടകംപള്ളിയെ ചോദ്യം ചെയ്തേക്കാം, വേണമെങ്കിൽ അറസ്റ്റും വന്നേക്കാം.